ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. പിന്നെ ഈ ഒരു ഡെസേർട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിന് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇളനീറാണ് കേട്ടോ. ഇതിപ്പം 2 ഇളനീറിൻ്റെ പൾപ്പും വെള്ളമാണ്. വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 2.5 കപ്പ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇളനീറിൻ്റെ വെള്ളം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പം 2.5 കപ്പ് വെള്ളമുണ്ട്. ഈ 2.5 കപ്പ് വെള്ളത്തിന് 10 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത് 10 ഗ്രാം ചൈന ഗ്രാസാണ്. 2.5 കപ്പ് വെള്ളത്തിന് 10 ഗ്രാം മതി. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ 10 ഗ്രാം എന്ന് പറയുമ്പോൾ. എന്നിട്ടിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ഇത് വേറെ മെൽട്ടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണം എന്നൊന്നുമില്ല. ഇതിൽ തന്നെ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റൗവിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വേറെ വെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കണം എന്നൊന്നുമില്ല. ഇതിൽ തന്നെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇപ്പം നിങ്ങൾ ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ മധുരം ചെക്ക് ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പം തീരെ മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. പിന്നെ ആ പുഡിങ് എപ്പോഴും ഉണ്ടാക്കുമ്പം മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴേക്കും നല്ലോണം ഒന്ന് മിക്സ് ആയി വരും കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം മെൽട്ടായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരും. അപ്പോൾ ഇതാ ഇതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് നമ്മുടെ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ ട്രേ ആണ് എടുത്തത്. അപ്പം നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്യുമ്പം കുറച്ച് തടിയിൽ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നീട് ട്രേ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിനി. അപ്പം ഇതാ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് സെറ്റായി വരണം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്കിതാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് ആദ്യം വേണ്ടത് 4 കപ്പ് പാലാണ് കേട്ടോ. 250 ml കപ്പിന് 4 കപ്പ്. അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 ഇളനീറാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം പൾപ്പല്ലില്ല ഇളനീർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളനീറിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല നിങ്ങൾക്ക് മൊത്തമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ യൂസ് ആക്കാം, അല്ലെങ്കിൽ പകുതി പഞ്ചസാരയും പകുതി കണ്ടൻസ്ഡ് മിൽക്കും ആക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇതിലേക്ക് ഇപ്പം വേറെ ഒന്നും ഇടാനില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പം ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ചൂടാറി വരണം കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഇളനീറിൻ്റെ പൾപ്പൊന്ന് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. അതിനു മുമ്പ് നമ്മുടെ ഈ പൾപ്പിൻ്റെ ബാക്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പേസ്റ്റ് ആക്കുമ്പം നമുക്ക് നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് ഈ ബേക്കിലുള്ള ഈ ഒരു സംഭവം കളഞ്ഞെടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇതാ ഞാൻ എല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച് പാലിൻ്റെ മിക്സ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഇതൊരു മുങ്ങുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്കിതൊന്ന് അരച്ചെടുക്കാനല്ലേ. അപ്പം അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ പാലിലേക്ക് ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതല്ലേ. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റായിട്ട് തന്നെ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച് പാലിൻ്റെ മിക്സില്ലേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ അരച്ച് വെച്ച ഇളനീരിൻ്റെ പൾപ്പില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് കട്ടകളെല്ലാം ഉണ്ടാവും, അപ്പം നമ്മൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല, എന്തായാലും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല റിച്ച് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ ഫ്രഷ് ക്രീം എന്തായാലും ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഈ ഒരളവിന് ഒരു അരക്കപ്പ് മതി കേട്ടോ. ഇതിപ്പോൾ 250 ml ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഹാഫാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ 2.5 കപ്പ് വെള്ളത്തിന് ഹാഫ് കപ്പ് മതി കേട്ടോ. ഇപ്പം ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. നിങ്ങൾ മധുരം വേണേൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വെച്ച ഇളനീരിൻ്റെ വെള്ളം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഓവർ വലുതായിട്ട് കട്ട് ചെയ്യണ്ട, അപ്പോഴാണ് കാണാനും കഴിക്കാനും നല്ല രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം കറക്റ്റ് നല്ല ക്യൂബായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നല്ലോണം നല്ല ക്യൂബായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. കൂടുതൽ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂടാറി നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. എപ്പോഴേക്കും നല്ലോണം ഒന്ന് സെറ്റാവും. ഇനിയിപ്പോൾ നമുക്ക് പുഡിംഗ് ട്രേയിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതാ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഇല്ലേ, നമ്മൾ പൾപ്പെല്ലാം ഒഴിച്ച മിക്സ് അതിങ്ങനെ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം 2 ട്രേയിലേക്കുള്ളതുണ്ട് കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റിൽ ഒരു മീഡിയം സൈസിൽ 2 ട്രേ ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ. ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടൊരു പുഡിങ്ങാണ്, ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുക. പിന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.